ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ കസിൻ്റെ വാർപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ലോലൂസും കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത്. നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമുക്ക് പിന്നെ നടത്തം വലിയ ഇഷ്ടമായതുകൊണ്ട് അതൊന്നും വലിയ റിസ്ക് അല്ല കേട്ടോ. ഞാനും ലോലൂസും പാട്ടൊക്കെ പാടി ആടിപ്പാടി അങ്ങനെ നടന്നു പോയി. ലോലൂസിൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടോ? ഇന്ന് ബിരിയാണി കഴിക്കാനുള്ള സന്തോഷത്തിലാണ് കേട്ടോ അവൾ മാത്രമല്ല ഞാനും. കുറേ ദിവസമായി ബിരിയാണി കഴിച്ചിട്ട്. ഞാനും ലോലൂസും ആണെങ്കിൽ ഒരു ബിരിയാണി ലവറാണ് കേട്ടോ. ഞങ്ങൾക്ക് കൊതിയാവുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാറാണ് ചെയ്യാറ്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടോ. ദേ ആ കാണുന്ന വീടാണ്. അപ്പോൾ ദേ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒക്കെ നമ്മുടെ കുടുംബക്കാരാണ് കേട്ടോ എല്ലാവരും. ഇത് ലോലൂസിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അവളെ ഫ്രണ്ടിനെ കണ്ടതും അവളെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാർപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ പണിക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ബിരിയാണി വിളമ്പി കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്കും ബിരിയാണി കിട്ടിയിട്ടോ. ഞങ്ങൾ പിന്നെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് ഞാൻ ലോലൂസും കഴിക്കാൻ തുടങ്ങി. ലോലൂസിന് ഒറ്റയ്ക്ക് കഴിക്കണം പറഞ്ഞു. അവളത് ഒറ്റയ്ക്ക് വാരി കഴിക്കുകയാണ് കേട്ടോ. ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് കയറി നേരെ വണ്ടൂർ വന്നിറങ്ങി. നമുക്ക് ഇന്ന് ടൗൺ സ്ക്വയറിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിറങ്ങി. വണ്ടൂർ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങി. ഒടുക്കത്തെ മഴയായതുകൊണ്ട് നമ്മൾ കുറേ നേരം സ്റ്റാൻഡിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഫോൺ കട കണ്ടപ്പോൾ ഞാൻ അവിടെ കയറിയിട്ടോ. എൻ്റെ ഫോൺ ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ പൗച്ച് മാറ്റി. പിന്നെ അതിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ ആകെ പൊട്ടിത്തരിപ്പണായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മാറ്റിയിട്ടോ. മൊത്തം 400 രൂപയായി. പ്രതീക്ഷിക്കാതെ വന്ന ചിലവായിരുന്നു കേട്ടോ അത്. പിന്നെ ഇതേ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഇത് ടൗൺ സ്ക്വയർ തന്നെയാണ്. അവിടെ ഇതേ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. 10th നല്ല മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ അത്. അതിൽ കുറേ വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിനിമാ താരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഗണപതി ഇല്ലേ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഇന്ന് വന്നത് ലോലൂസിൻ്റെ അച്ഛനെ കാണാനായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ കളിച്ചു. പിന്നെ നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചാറ്റൽ മഴയത്താണ് ഇപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ചാറ്റൽ മഴയത്ത് കളിക്കുന്നത്. ഇതുവരെ ഞാൻ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ആ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് വീട്ടിലാണെങ്കിൽ പോലും മഴ പെയ്യുമ്പോൾ അമ്മ ഞാൻ മഴ കൊള്ളട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ മഴ കൊള്ളാൻ വിടാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഫുൾ ചാറ്റൽ മഴ കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ. അവിടെ കുറച്ച് നേരം ഞാൻ ലോലോസ് ഇരുന്ന് അങ്ങനെ കളിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ഫുഡൊന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഷവർമ്മ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറേ നാളായി ഷവർമ്മ കഴിച്ചിട്ട് നല്ല കൊതി ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷെ എന്തോ ഒരു മൂഡുണ്ടായിരുന്നില്ല ഷവർമ്മ കഴിക്കാനൊന്നും. അതുകൊണ്ട് അതിന് നിന്നില്ല. നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ ഇവിടെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു പാട്ട് പാടുന്ന കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് 7:15 ബസ്സാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.